ഓക്കെ, ഇനി നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് സെറ്റ് ഓഫ് ലോസ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ് ആണ്. ഓക്കെ, സെറ്റ് ഓഫ് ലോസസ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസ് ആണ്. ഓക്കെ, നമുക്ക് ആദ്യം എന്താണ് ഈ സെറ്റ് ഓഫ് ലോസ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കി വെക്കണം. നമുക്കറിയാം 5 ഹെഡ്സ് ഓഫ് ഇൻകംസ് ആണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത് അല്ലേ. 5 ഹെഡ്സ് ഓഫ് ഇൻകംസ്, ഇതിലൊന്ന് സാലറി, ഹൗസ് പ്രോപ്പർട്ടി, അതുപോലെ തന്നെ ബിസിനസ് ഓഫ് പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് അതർ റിസോഴ്സ്. ഇങ്ങനെ 5 ഹെഡ്സ് ഓഫ് ഇൻകംസ് ഉണ്ടാവും നമുക്ക്. ഓക്കെ, അതിൽ ഏതെങ്കിലും ഒരു ഹെഡിൽ മേ ബി എന്ത് സംഭവിക്കാം, ലോസ് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ബിസിനസ്സിലൊക്കെ നമുക്ക് ഇൻകം കിട്ടുന്നതിന് പകരമായിട്ട് നമുക്ക് ലോസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ക്യാപിറ്റൽ ലോസ്, ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന ഹെഡിൽ മേ ബി ചിലപ്പോൾ നമ്മൾ വാങ്ങിയ എന്തെങ്കിലും അസറ്റുകൾ വിൽക്കുന്നത് നമുക്ക് കുറഞ്ഞ വിലക്കാണെങ്കിൽ, വാങ്ങിയ വിലയെക്കാട്ടിലും കുറഞ്ഞ വിലക്ക് നമുക്ക് വിൽക്കേണ്ടി വരുന്നൊരവസ്ഥ വന്നാൽ നമുക്ക് അവിടെ ലോസ് ഉണ്ടാവാം. സോ ഇത്തരം കേസുകൾ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏതെങ്കിലും ഹെഡുകളിലൊക്കെ ലോസ് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. അങ്ങനെ ലോസ് സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അതിനെ വേറെ ഇൻകം കൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് സെറ്റ് ഓഫ് ചെയ്ത് കളയാം. മറ്റുള്ള ഹെഡിലെ ഇൻകം കൊണ്ട് നമുക്കത് സെറ്റ് ഓഫ് ചെയ്യാൻ നമുക്ക് പറ്റും. ഓക്കെ, അതാണ് സെറ്റ് ഓഫ് ലോസ് എന്ന് പറയുന്നത്. അതായത് സെറ്റ് ഓഫ് ലോസ് റെഫേഴ്സ് ടു അഡ്ജസ്റ്റിംഗ് ലോസസ്. സെറ്റ് ഓഫ് ലോസ് റെഫേഴ്സ് ടു അഡ്ജസ്റ്റിംഗ് ലോസസ്. വൺ സെക്കൻഡ്. ഓക്കെ, അഡ്ജസ്റ്റിംഗ് ലോസസ് എഗെയിൻസ്റ്റ് ഇൻകം ഓഫ് ദി സെയിം ഇയർ ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ഓഫ് ലോസസ് എന്ന് പറഞ്ഞാൽ ഒരു വർഷം, അതായത് ഒരു അസസ്മെൻറ്റ് ഇയറിൽ നമുക്ക് ഇൻകം കാൽക്കുലേറ്റ് ചെയ്ത സമയത്ത് നമുക്ക് എന്തെങ്കിലും ലോസുകൾ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഹെഡിൽ നമുക്ക് ലോസുകൾ സംഭവിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ വർഷം തന്നെ അതിന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മറ്റുള്ള ഹെഡ് കൊണ്ട് നമുക്ക്, അല്ലെങ്കിൽ ആ സെയിം ഹെഡിലെ മറ്റുള്ള ഇൻകം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ സെറ്റ് ഓഫ് ചെയ്ത് കളയാൻ, അഡ്ജസ്റ്റ് ചെയ്ത് കളയാൻ നമുക്ക് പറ്റും. ഓക്കെ, ദെൻ ലോസ് ദാറ്റ് ആർ നോട്ട് സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് ഇൻകം ഇൻ ദി സെയിം ഇയർ ക്യാൻ ബി ക്യാരി ഫോർവേഡ് ടു സബ്സിക്വൻറ്റ് ഇയേഴ്സ്. ഇനി ആ വർഷം നമ്മൾ സെറ്റ് ഓഫ് ചെയ്തിട്ട് നമുക്ക് അവിടെ പിന്നെയും ലോസ് ബാലൻസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് അടുത്ത വർഷത്തെ ഇൻകത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ സെറ്റ് ഓഫ് ചെയ്ത് കളയാൻ പറ്റും. അടുത്ത വർഷം നമ്മൾ ഇൻകം ടാക്സിൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്തിട്ട് നമ്മളുടെ ടോട്ടൽ ഇൻകത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ഈ പറയുന്ന അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് കളയാൻ പറ്റും. അതിനെയാണ് സെറ്റ് ഓഫ് ലോസസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ സെറ്റ് ഓഫ് ലോസസ് എന്ന് പറഞ്ഞാൽ എത്ര മനസ്സിലാക്കി വെച്ചാൽ മതി. നമുക്ക് ഏതെങ്കിലും ഹെഡിൽ ലോസ് സംഭവിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സെയിം ഹെഡ് കൊണ്ട് ആദ്യം സെറ്റ് ഓഫ് ചെയ്യാം. ദെൻ പിന്നെ നമുക്ക് അവിടെ ബാലൻസ് ഉണ്ടെങ്കിൽ മറ്റുള്ള ഹെഡ് കൊണ്ട് സെറ്റ് ഓഫ് ചെയ്യുക ആ വർഷം തന്നെ. എന്നിട്ടും ലോസ് റിമൈനിങ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വർഷം നമ്മൾ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇൻകം ഉണ്ടാകുകയാണെങ്കിൽ ആ ഇൻകത്തിൽ നിന്ന് കഴിഞ്ഞ വർഷത്തെ ലോസ് നമുക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കളയാൻ നമുക്ക് പറ്റും. അതാണ് ആക്ച്വലി സെറ്റ് ഓഫ് ലോസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ സെറ്റ് ഓഫ് പ്രധാനമായിട്ട് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻട്രാ ഹെഡ് സെറ്റ് ഓഫും ഇന്റർ ഹെഡ് സെറ്റ് ഓഫും. അതായത് ഇൻട്രാ ഹെഡും ഇന്റർ ഹെഡും. ദാറ്റ് മീൻസ് ഇൻട്രാ ഹെഡ് എന്ന് പറഞ്ഞാൽ വിത്തിൻ ദ ഹെഡ് ആണ്. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഹെഡിൽ 2 ഹൗസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഹൗസ് എ ഉണ്ട്, ഹൗസ് ബി ഉണ്ട്, രണ്ടും വാടക കൊടുക്കുന്നതാണ്. അതിൽ ഒരു ഹൗസിൻ്റെ ഇൻകം നമ്മൾ കമ്പ്യൂട്ട് ചെയ്തപ്പോൾ ലോസ് ആണ് സംഭവിച്ചത്. മറ്റൊരു ഹൗസിലെ ഇൻകം നമുക്ക് ലഭിച്ചും ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ഹെഡ് ഒന്ന് വാടക കൊടുത്തപ്പോൾ അതിലെ ഇൻകം കമ്പ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് അവിടെ ലോസ് ആണ് സംഭവിച്ചത്, മറ്റത് കമ്പ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് അവിടെ ഇൻകം ആണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ലോസ് സംഭവിച്ച ആ ഒരു ഇൻകത്തിൻ്റെ ലോസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ഇൻകം, അതായത് നമുക്കവിടെ ഏതെന്നാണോ പോസിറ്റീവ് ഇൻകം ഉള്ളത് ആ പോസിറ്റീവ് ഇൻകത്തിൽ നിന്ന് ഈ ലോസ് നമുക്ക് മൈനസ് ചെയ്യാം. അതായത് സെയിം ഹെഡിലെ ലോസിനെ സെയിം ഹെഡ് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കളയണം. അതിനെയാണ് ഇൻട്രാ ഹെഡ് സെറ്റ് ഓഫ് എന്ന് പറയും. ഓക്കെ, നോക്കാം നമുക്ക്. ഇറ്റ് മീൻ സെറ്റ് ഓഫ് ലോസസ് എഗെയിൻസ്റ്റ് ഇൻകം ഫ്രം എനി സോഴ്സ് അണ്ടർ ദ സെയിം ഹെഡ്. അതായത് ഒരു ഇൻകം, നമുക്ക് ഏതെങ്കിലും ഒരു ലോസ് ഒരു ഇൻകത്തിൽ സംഭവിക്കുകയാണെങ്കിൽ ആ ലോസിന് എന്ത് ചെയ്യാണ്, നമ്മൾ അതേ സോഴ്സ് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, അഡ്ജസ്റ്റ് ചെയ്ത് കളയാണ്. സോ ഇഫ് ദർ ഈസ് എ ലോസ് ഇൻ എനി സോഴ്സ് ഓഫ് ഇൻകം, നമുക്ക് ഏതെങ്കിലും ഒരു സോഴ്സ് ഓഫ് ഇൻകത്തിൽ നമുക്ക് എന്തെങ്കിലും ലോസ് ഉണ്ടെങ്കിൽ, അതായത് ഏതെങ്കിലും ഹെഡിൽ നമുക്ക് ലോസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ലോസിനെ നമുക്ക് അതേ ഹെഡ് കൊണ്ട് തന്നെ, അതേ സോഴ്സ് കൊണ്ട് തന്നെ എന്ത് ചെയ്യാണ്, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കളയാണ്. അതിനെയാണ് ഇൻട്രാ ഹെഡ് സെറ്റ് ഓഫ് എന്ന് പറയാം. ഓക്കെ, ഇനി അപ്പോൾ ആദ്യം മനസ്സിലാക്കിക്കൊണ്ടത് എന്താണ് സെറ്റ് ഓഫ് ലോസസ്. അതുപോലെ തന്നെ സെറ്റ് ഓഫ് ലോസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻട്രാ ഹെഡ് സെറ്റ് ഓഫും അതുപോലെ തന്നെ ഇന്റർ ഹെഡ് സെറ്റ് ഓഫും ആണ്.
സെറ്റ് ഓഫ് ലോസസ് എന്ന് പറഞ്ഞാൽ നമുക്ക് 5 ഹെഡ്സ് ഓഫ് ഇൻകംസ് ഉണ്ട്. അതിലേതെങ്കിലും ഒരു ഹെഡിൽ നമുക്ക് ലോസ് സംഭവിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ വർഷത്തെ ബാക്കിയുള്ള ഇൻകത്തിൽ നിന്ന് നമുക്കതിനെ മൈനസ് ചെയ്യാം. ദാറ്റ് മീൻസ് അഡ്ജസ്റ്റ് ചെയ്ത് കളയാം. ദെൻ അവിടെ റിമൈനിങ് ലോസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വർഷത്തിലോട്ട് നമുക്കതിനെ ക്യാരി ഫോർവേഡ് ചെയ്യാം. എന്നിട്ട് അടുത്ത വർഷത്തെ ഇൻകത്തിൽ നിന്ന് നമുക്കതിനെ മൈനസ് ചെയ്ത് കളയാം. ഓക്കെ, ദെൻ അതിന് ഈ സെറ്റ് ഓഫ് ലോസിനെ നമ്മൾ അല്ലെങ്കിൽ സെറ്റ് ഓഫിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻട്രാ ഹെഡ് സെറ്റ് ഓഫ് ഉണ്ട്, ഇന്റർ ഹെഡ് സെറ്റ് ഓഫ് ഉണ്ട്. ഇൻട്രാ ഹെഡ് സെറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ ഒരു ഹെഡിലെ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് രണ്ട് ബിസിനസ് ഉണ്ടെന്ന് വിചാരിക്കുക. ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന് പറയുന്ന ഹെഡിൽ നമുക്ക് 2 ബിസിനസ് ഉണ്ട്. അതിൽ ഒരു ബിസിനസ്സിൽ പ്രോഫിറ്റും ഒന്നിൽ ലോസും ആണെങ്കിൽ ആ പ്രോഫിറ്റിന് എന്ത് ചെയ്യാം, ആ ലോസിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കളയാം. അതാണ് വിത്തിൻ ദ ഹെഡ് ആണ്. ഒരു ഹെഡിലെ ലോസിനെ അതേ ഹെഡിലെ ഇൻകം കൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കളയുന്നതിന് പറയുന്ന പേരാണ് ഇൻട്രാ ഹെഡ് സെറ്റ് ഓഫ് എന്ന് പറയും. ഓക്കെ, ഇനി ഇവിടെ ഇൻട്രാ ഹെഡ് സെറ്റ് ഓഫ് ചെയ്യുന്ന സിറ്റുവേഷൻസിൽ കുറച്ച് എക്സെപ്ഷണൽ കേസുകൾ പറയും, കുറച്ച് എക്സെപ്ഷൻസ് പറയുന്നുണ്ട്. ഓക്കെ, ചെയ്യാൻ പറ്റില്ലാത്ത കുറച്ച് കേസുകൾ പറയുന്നുണ്ട്. ഓക്കെ, അതിലൊന്ന് ലോസ് ഫ്രം സ്പെക്കുലേഷൻ ബിസിനസ് ആണ്. ഓക്കെ, ലോസ് ഫ്രം സ്പെക്കുലേഷൻ ബിസിനസ് ആണ്. നമുക്കറിയാം സ്പെക്കുലേഷൻ ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഊഹങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ ഊഹത്തിൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, മിക്കവാറും ലോസ് ഉപയോഗിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്പെക്കുലേഷൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ സ്പെക്കുലേഷൻ ബിസിനസ്സിലൂടെ സംഭവിക്കുന്ന ലോസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ബിസിനസ് ഓഫ് പ്രൊഫഷനിലെ മറ്റുള്ള ബിസിനസ്സിലെ ഇൻകം കൊണ്ട് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ലോസ് ഇൻകേർഡ് ഓൺ അക്കൗണ്ട് ഓഫ് സ്പെക്കുലേഷൻ ക്യാൻ ബി സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് സ്പെക്കുലേഷൻ ഇൻകം മാത്രമാണ്. ഇപ്പോൾ ഈ സ്പെക്കുലേഷൻ ബിസിനസ് എന്ന് പറഞ്ഞാൽ ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന് പറയുന്ന ഹെഡിലായിരിക്കും നമുക്കത് വരിക, അല്ലേ? അപ്പോൾ ബിസിനസ് ഓർ പ്രൊഫഷനിൽ നമുക്ക് മറ്റുള്ള വേറെയും ഒരുപാട് ബിസിനസ്സുകളൊക്കെ ഉണ്ടാവാം. സ്പെക്കുലേഷന് പുറമെ വേറെയും ബിസിനസ്സുകളൊക്കെ ഉണ്ടാവാം, ബിസിനസ് ഇൻകംസ് ഒക്കെ ഉണ്ടാവാം. അപ്പോൾ സ്പെക്കുലേഷനിൽ നമുക്ക് ലോസ് സംഭവിച്ചു. ഓക്കെ, ആ ലോസിനെ സെയിം ഹെഡ് കൊണ്ട് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാമെന്നാണ് പറഞ്ഞു. അതാണ് ഇൻട്രാ ഹെഡ് സെറ്റ് ഓഫ്. പക്ഷേ സ്പെക്കുലേഷൻ ബിസിനസ്സിലെ ലോസിനെ നമുക്ക് സ്പെക്കുലേഷൻ ബിസിനസ്സിലെ ഇൻകം കൊണ്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സെറ്റ് ഓഫ് ചെയ്ത് കളയാൻ പറ്റുള്ളൂ. അല്ലാതെ മറ്റുള്ള ബിസിനസ് ഇൻകത്തിൽ നിന്നും നമുക്കതിനെ മൈനസ് ചെയ്ത് കളയാൻ പറ്റില്ല. അതാണ് ഇറ്റ് കനോട്ട് ബി സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് ഇൻകം ഫ്രം അതർ ബിസിനസ് ആണ്. മറ്റുള്ള സെയിം ഹെഡിലെ മറ്റുള്ള ബിസിനസ്സിലെ ഇൻകത്തിൽ നിന്നും സ്പെക്കുലേഷൻ ബിസിനസ്സിലെ ലോസിനെ നമുക്ക് മൈനസ് ചെയ്യാൻ പറ്റില്ല. അതിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഏത് മാത്രമേ പറ്റുള്ളൂ, സ്പെക്കുലേഷൻ ഇൻകം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി രണ്ടാമത്തെ എക്സെപ്ഷൻ പറയുന്നത് ലോസ് ഓഫ് സ്പെസിഫൈഡ് ബിസിനസ് ആണ്. ഓക്കെ, ഈ അണ്ടർ സെക്ഷൻ 35 AD പ്രകാരം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ചിലതിനെ നമ്മൾ ഈ പറഞ്ഞ പോലെ ചില സ്പെസിഫൈഡ് ബിസിനസ്സുകൾ പറയുന്നുണ്ട്. ഇൻകം ടാക്സിൽ അണ്ടർ സെക്ഷൻ 35 കുറച്ച് സ്പെസിഫൈഡ് ബിസിനസ്സുകൾ പറയുന്നുണ്ട്. ആ സ്പെസിഫൈഡ് ബിസിനസ്സിൽ നമുക്ക് ലോസ് സംഭവിച്ചാൽ ആ ലോസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മറ്റുള്ള ബിസിനസ്സിലെ ഇൻകം കൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കളയാൻ നമുക്ക് പറ്റില്ല. അതാണ് ലോസ് ഇൻകേർഡ് ഓൺ അക്കൗണ്ട് ഓഫ് സ്പെസിഫൈഡ് ബിസിനസ് അണ്ടർ സെക്ഷൻ 35 AD ക്യാൻ ബി സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് സ്പെസിഫൈഡ് ബിസിനസ് ഇൻകം മാത്രമാണ്. അതായത് സ്പെസിഫൈഡ് ബിസിനസ്സിൽ എന്തെങ്കിലും ലോസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വേറെ വല്ല സ്പെസിഫൈഡ് ബിസിനസ്സിലെ ഇൻകം ഉണ്ടെങ്കിൽ അതുകൊണ്ട് സെറ്റ് ഓഫ് ചെയ്ത് കളയാം. അല്ലാതെ മറ്റുള്ള ബിസിനസ്സിലെ ഇൻകം കൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കളയാൻ പറ്റില്ല. അപ്പോൾ ഓക്കെ, കേൾക്കുന്നുണ്ടോ? ഓഡിബിൾ അല്ലേ? ഓക്കെ, ആരുടെയോ വോയിസ് ഒന്ന് ഓൺ ആയിട്ടുണ്ട് കേട്ടോ. ഷിഫ, എന്താണ് ഷഫ്ന? ഓക്കെ, അപ്പോൾ രണ്ട് കാര്യമാണ് പറഞ്ഞത്. ലോസ് ഫ്രം സ്പെക്കുലേഷൻ ബിസിനസ് നമുക്ക് മറ്റുള്ള ബിസിനസ് കൊണ്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ പറഞ്ഞ ലോസ് ഫ്രം സ്പെസിഫൈഡ് ബിസിനസ് മറ്റുള്ള ബിസിനസ്സിലെ പ്രോഫിറ്റ് കൊണ്ട് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇൻട്രാ ഹെഡ് സെറ്റ് ഓഫ് പോസിബിൾ ആണ്, പക്ഷേ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ആണ്. നമുക്കറിയാം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന ഒരു ഹെഡ് ഉണ്ട് അല്ലേ? ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന ഒരു ഹെഡ് ഉണ്ട്. ആ ക്യാപിറ്റൽ ഗെയിനിൽ നമുക്ക് രണ്ട് രീതിയിലുള്ള ക്യാപിറ്റൽ ഗെയിനാണ് ഉണ്ടാവുക. അതിലൊന്ന് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും രണ്ടാമത്തെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനാണ്. എന്താണെന്നുള്ളതൊക്കെ നമുക്ക് അറിയുന്നുണ്ട്, നിങ്ങൾ പഠിച്ചതായിരിക്കും. എങ്ങനെയാണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവുക എന്നുള്ളത്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവുക, ലോങ് ടേം അസറ്റ് എന്ത് ചെയ്യണം, നമ്മൾ എന്തെങ്കിലും വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുമ്പോൾ ആണ് നമുക്ക് സംഭവിക്കുക. അല്ലെങ്കിൽ ഷോർട്ട് ടേം അസറ്റുകളായിരിക്കണം, അപ്പോഴാണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞു തന്നത് ലോങ് ടേം ക്യാപിറ്റൽ ലോസ് സംഭവിച്ചു. നമുക്കൊരു ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ഉണ്ടായിരുന്നു, അത് വിറ്റപ്പോൾ നമുക്ക് എന്ത് കിട്ടി,
ലോങ് ടേം ക്യാപിറ്റൽ ലോസ് സംഭവിച്ചു. ഓക്കെ, ആ ലോങ് ടേം ക്യാപിറ്റൽ ലോസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കളയാൻ നമുക്ക് പറ്റില്ല. ആരോ ഒരാളുടെ പേരെന്തായിരുന്നു? ഷഫ്ന. ഷഫ്ന ഇല്ല, അവിടെ ഉണ്ടോ? ഓക്കെ, അപ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ ലോസിന് നമുക്ക് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ, അതായത് ഇപ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ നോക്കുമ്പോൾ നമുക്ക് അവിടെ ലോസ് ആണ്, ലോങ് ടേം അസറ്റ് നമുക്ക് ലോസ് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ലോസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന് നമുക്ക് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്ത് കളയാൻ നമുക്ക് പറ്റില്ല. ഓക്കെ, സെയിം ഹെഡിലെ ലോസിനെ സെയിം ഹെഡ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞത് അല്ലേ, അതാണ് ഇൻട്രാ ഹെഡ് സെറ്റ് ഓഫ് എന്ന് പറയുന്നത്. പക്ഷേ അതിൽ ചില എക്സെപ്ഷണൽ കേസുകളുണ്ട്, ആ എക്സെപ്ഷണൽ കേസുകളാണ് ചെയ്യാൻ പാടില്ലാത്തതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ ലോസ് സംഭവിച്ചാൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടെങ്കിൽ അതിൽ നിന്നും അഡ്ജസ്റ്റ് ചെയ്യാം, അല്ലാതെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ത് ചെയ്യാൻ പറ്റില്ല, അഡ്ജസ്റ്റ് ചെയ്ത് കളയാൻ പറ്റില്ല. ഓക്കെ, അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ മൈനസ് ചെയ്ത് കളയാൻ പറ്റില്ല. ഓക്കെ, അതുപോലെ ലോസ് ഇൻ ബിസിനസ് ഓഫ് ഓയിങ് ആൻഡ് മെയിൻറ്റെയിനിങ് റേസ് ഹൗസുകളാണ്. ഇപ്പോൾ കുതിരയോട്ട മത്സരങ്ങളൊക്കെ ഉണ്ടല്ലേ, കുതിരയോട്ട മത്സരങ്ങളൊക്കെ അതിനൊക്കെ നമുക്ക് ഒരുപാട് ചിലവുകൾ വരും. കുതിരയെ മെയിൻറ്റെയിൻ ചെയ്യാനും ആ പറയുന്ന ആ റേസിലൊക്കെ പങ്കെടുക്കണമെങ്കിൽ അതിന് ഒരുപാട് ചിലവുകളും കാര്യങ്ങളൊക്കെ വരും. ഓക്കെ, അതൊക്കെ ഈ പറയുന്ന ആ ഒരു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻസുകളാണ് അല്ലെങ്കിൽ ലോസുകളാണ്. ഇനി ആ പൈസ നമുക്ക് തിരിച്ചു കിട്ടിയപ്പോഴാണ് ആ റേസിൽ ഓട്ട മത്സരത്തിൽ എന്ത് ചെയ്യണം, ആ കുതിര ജയിക്കുകയാണെങ്കിൽ മാത്രമേ അവിടെ വിജയം ഉണ്ടാവുള്ളൂ. അപ്പോൾ വിജയികൾ വളരെ കുറവായിരിക്കും സ്വാഭാവികമായിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ പറയപ്പെടുന്ന ബിസിനസ്സിന്, ദാറ്റ് മീൻസ് ലോസ് ഇൻ ബിസിനസ് ഓഫ് ഓയിങ് ആൻഡ് മെയിൻറ്റെയിനിങ് റേസ് ഹോഴ്സ്, അങ്ങനെ ഈ കുതിരയോട്ട മത്സരത്തിന് വേണ്ടിയിട്ടുള്ള അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും അതിന് വാങ്ങാനൊക്കെ വേണ്ടി വന്ന എന്തെങ്കിലും ലോസ് ഉണ്ടെങ്കിൽ, ആ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ലോസ് ഉണ്ടെങ്കിൽ മറ്റുള്ള ബിസിനസ് കൊണ്ടുള്ള ഇൻകം കൊണ്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇറ്റ് ക്യാൻ ബി സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ഇൻ ബിസിനസ് ഓഫ് ഓയിങ് ആൻഡ് മെയിൻറ്റെയിനിങ് റേസ് ഹോഴ്സ് ആണ്. ഇനി ആ റേസ് ഹോഴ്സ് നടത്തിയിട്ട് അതിലെ ഇൻകം കൊണ്ട് മാത്രമേ അതിലെ ലോസിന് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ഇറ്റ് കനോട്ട് ബി സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് എനി അതർ ഇൻകം അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ്. നമുക്കറിയാം ഈ പറയുന്ന റേസ് ഹോഴ്സ് ഒക്കെ നമുക്ക് കിട്ടുന്ന അല്ലേ, റേസ് ഹോഴ്സിലെ വിന്നിങ് ഫ്രം റേസ് ഹോഴ്സ്, അതുപോലെ നമ്മൾ ഗെയിംസ് കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഓർമ്മ ഉണ്ടാവും. അതിലെ ഇൻകംസ് ഒക്കെ അതർ സോഴ്സിലാണ് വരിക. പക്ഷേ അതർ സോഴ്സിലെ മറ്റുള്ള ഇൻകം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഈ പറയുന്ന ഈ ഒരു റേസ് ഹോഴ്സിലെ ലോസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മൈനസ് ചെയ്ത് കളയാൻ പറ്റില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് ലോസ് ഫ്രം ആൻ എക്സംപ്റ്റഡ് ഇൻകം ആണ്. ഓക്കെ, നമുക്ക് ഒരുപാട് ഇൻകംസ് എക്സംപ്റ്റഡ് ഇൻകംസ് ആയിട്ട് ഇൻകം ടാക്സിൽ പറയുന്നുണ്ട്. ആ എക്സംപ്റ്റഡ് ഇൻകത്തിൽ എന്തെങ്കിലും ലോസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ അഗ്രികൾച്ചറൽ ഇൻകം നമുക്ക് എക്സംപ്റ്റഡ് ഇൻകം ആണ്, അഗ്രികൾച്ചറൽ ലോസ് ആണ് സംഭവിച്ചത്, അത് എക്സംപ്റ്റഡ് ലോസ് ആണ്, അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് മറ്റുള്ള ഹെഡ് കൊണ്ട് നമുക്ക് അതിനെ സെറ്റ് ഓഫ് ചെയ്ത് കളയാൻ പറ്റില്ല. ഓക്കെ, ഇറ്റ് കനോട്ട് ബി സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് എനി അതർ ടാക്സബിൾ ഇൻകം ഇൻ ദ സെയിം ഹെഡ്. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ടൊക്കെ പറയുകയാണെങ്കിൽ ഏതെങ്കിലും ബിസിനസ് നമുക്ക് എക്സംപ്റ്റഡ് ആയിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഇപ്പോൾ ഒരാൾക്ക് ബിസിനസ് ഓഫ് പ്രൊഫഷൻ എന്ന് പറയുന്ന ഹെഡിൽ 2 ബിസിനസ് ഉണ്ട്. അതിലൊന്ന് ഈ പറയുന്ന എക്സംപ്റ്റഡ് ഇൻകം ഉള്ളൊരു ബിസിനസ്സും ഒന്ന് അല്ലാത്ത ബിസിനസ്സുമാണ്. അതിൽ എക്സംപ്റ്റഡ് ഇൻകത്തിന് ലോസ് ആണ് സംഭവിച്ചത്, എക്സംപ്റ്റഡ് ഇൻകം വരുന്ന ബിസിനസ്സിൽ ലോസ് ആണ് സംഭവിച്ചത്, മറ്റതിൽ പ്രോഫിറ്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് എക്സംപ്റ്റഡ് ഇൻകം ഉള്ള ബിസിനസ്സിൽ ആ ലോസിനെ നമുക്ക് മറ്റുള്ള ഹെഡ് കൊണ്ട് അല്ലെങ്കിൽ സെയിം ഹെഡിലെ മറ്റേ ബിസിനസ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സെറ്റ് ഓഫ് ചെയ്ത് കളയാൻ പറ്റില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് ലോസ് ഓഫ് ലോട്ടറി, ക്രോസ് വേർഡ് പസിൽസ്, ഗെയിംസ്, ഗാംബ്ലിംഗ്, കാർഡ് ഗെയിംസ് ഓർ ബെറ്റിംഗ്, ഇറ്റ് കനോട്ട് ബി സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് എനി ഇൻകം ആണ്. ഇപ്പോൾ ഈ പറഞ്ഞ ലോട്ടറി ആണെങ്കിലും ക്രോസ് വേർഡ് പസിൽസ് ആണെങ്കിലും ഗാംബ്ലിംഗ് ആണെങ്കിലും കാർഡ് ഗെയിംസും ഈ പറഞ്ഞ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന നഷ്ടങ്ങൾ ഒക്കെ അതർ സോഴ്സിലെ ഇൻകംസ് ആണ് ഇതൊക്കെ അല്ലേ. ഇതിന് ഇൻകം കിട്ടുകയാണെങ്കിൽ അതൊക്കെ അതർ സോഴ്സിലെ ഇൻകം ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ദെൻ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ലോസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മറ്റുള്ള ഇൻകം കൊണ്ട്, അതായത് അതർ സോഴ്സിലെ മറ്റുള്ള ഇൻകം കൊണ്ട് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ അതർ സോഴ്സിലെ ഇൻകംസ് ആണ്. നമുക്ക് പ്രൊവിഷൻ പ്രകാരം ഇൻട്രാ ഹെഡ് സെറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ സെയിം ഹെഡിലെ ലോസിനെ സെയിം ഹെഡ് കൊണ്ട് സെറ്റ് ഓഫ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ ലോട്ടറി, ക്രോസ് വേർഡ് പസിൽസ്, ഗാംബ്ലിംഗ് പോലുള്ള ഈ ബെറ്റിംഗ് പോലുള്ള കാർഡ് ഗെയിംസ് പോലുള്ള കാരണത്താൽ വരുന്ന ലോസിനെ അതൊക്കെ
അതർ സോഴ്സിൽ വരേണ്ട ഇൻകം ആയിരുന്നെങ്കിൽ, പക്ഷേ അവിടെ ലോസ് ആണെങ്കിൽ ആ ലോസിന് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് സെയിം ഹെഡ് കൊണ്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ നമുക്ക് ഇതേ ഇൻകം പിന്നീട് കിട്ടുകയാണെങ്കിൽ അതിന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഇതന്നെയാണ് ഈ ഇൻട്രാ ഹെഡ് സെറ്റ് ഓഫിൻ്റെ കേസിൽ പറയുമ്പോഴും വരുന്നത്. ഇതൊക്കെ തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയണം. ഓക്കെ, സെയിം ഹെഡ് കൊണ്ട് പറ്റില്ലെങ്കിൽ മറ്റുള്ള ഹെഡ് കൊണ്ടൊന്നും ഈ ലോട്ടറി അതുപോലെ തന്നെ ഈ പറഞ്ഞ ക്യാപിറ്റൽ ലോസ് ഒന്നും നമുക്ക് ഇല്ല, ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഇൻട്രാ ഹെഡ് സെറ്റ് ഓഫ് എന്ന് പറയും. സെറ്റ് ഓഫ് രണ്ട് രീതിയിലാണ്, ഇൻട്രാ ഹെഡ് സെറ്റ് ഓഫും ഇന്റർ ഹെഡ് സെറ്റ് ഓഫും ആണ്. ഓക്കെ, ഇനി എന്താണ് ഇന്റർ ഹെഡ് സെറ്റ് ഓഫ് നോക്കാം. ഓക്കെ, ആദ്യം നമ്മൾ പറഞ്ഞു, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ബിസിനസ് ഓഫ് നമ്മളുടെ ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഒരു ഹെഡിൽ ഒരാളുടെ ഇൻകം കമ്പ്യൂട്ട് ചെയ്ത സമയത്ത്, ഒരു അസസിയുടെ ഇൻകം കമ്പ്യൂട്ട് ചെയ്തപ്പോൾ 2 ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്. അതിൽ ഒരു ഹൗസ് പ്രോപ്പർട്ടിയിൽ ലോസും ഒന്നിൽ പ്രോഫിറ്റുമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രൊവിഷൻ പ്രകാരം എന്ത് ചെയ്യാൻ പറ്റും, ആ പ്രോഫിറ്റുള്ള ഹൗസ് പ്രോപ്പർട്ടിയത്തെ പ്രോഫിറ്റിൽ നിന്നും അല്ലെങ്കിൽ ഇൻകത്തിൽ നിന്നും ഈ ലോസ് ഉള്ള ഹൗസ് പ്രോപ്പർട്ടിയുടെ ലോസിന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മൈനസ് ചെയ്യാം. ഓക്കെ, മൈനസ് ചെയ്ത് കളഞ്ഞിട്ടും അവിടെ ലോസ് റിമൈനിങ് ആണ്. അപ്പോൾ സെയിം ഹെഡിലെ ലോസിനെ സെയിം ഹെഡിലെ ഇൻകം കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, അഡ്ജസ്റ്റ് ചെയ്ത് കളഞ്ഞു. അഡ്ജസ്റ്റ് ചെയ്ത് കളഞ്ഞിട്ടും അവിടെ ലോസ് റിമൈനിങ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഹെഡിലോട്ട് പോവാം. നമുക്ക് അവിടെ വേറെ 4 ഹെഡുകളുണ്ട് അല്ലേ. ഹൗസ് പ്രോപ്പർട്ടിയത്തെ ലോസിനെ ഹൗസ് പ്രോപ്പർട്ടിയത്തെ ലോസ് കൊണ്ട് ഇൻകം കൊണ്ട് തന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. എന്നിട്ടും ലോസ് അവിടെ റിമൈനിങ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഹെഡിലോട്ട് പോകാം. അടുത്ത ഹെഡ് എന്ന് പറഞ്ഞാൽ സാലറി ഉണ്ട്, ബിസിനസ് ഓഫ് പ്രൊഫഷൻ ഉണ്ട്, ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്, അതർ റിസോഴ്സ് ഉണ്ട്, അതിലോട്ട് പോവാം. അങ്ങനെ ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ഇന്റർ ഹെഡ് സെറ്റ് ഓഫ്. 2 ഹെഡുകൾ തമ്മിൽ എന്ത് ചെയ്യാണ്, സെറ്റ് ഓഫ് ചെയ്ത് കളയാണ്. ഒരു ഹെഡിലെ ലോസിനെ മറ്റൊരു ഹെഡിലെ ഇൻകം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കളയാണ്. അതിനാണ് ഇന്റർ ഹെഡ് സെറ്റ് ഓഫ് എന്ന് പറയും. ഇൻട്രാ ഹെഡ് എന്ന് പറഞ്ഞാലോ, സെയിം ഹെഡിലെ ലോസിനെ സെയിം ഹെഡിലെ ഇൻകം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കളയുന്നതിനാണ് ഇൻട്രാ ഹെഡ് സെറ്റ് ഓഫ് എന്ന് പറയും. പക്ഷേ അത് ചെയ്യാൻ പാടില്ലാത്ത കേസുകളാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇനി നമ്മളിനി പറയാൻ പോകുന്നത് ഇന്റർ ഹെഡ് സെറ്റ് ഓഫ് ആണ്. സെയിം ഹെഡ് കൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവിടെ വീണ്ടും ലോസ് റിമൈനിങ് ആണെങ്കിൽ എന്ത് ചെയ്യാം, മറ്റുള്ള ഹെഡ് കൊണ്ട് നമുക്ക് സെറ്റ് ഓഫ് ചെയ്ത് കളയാം. സോ ഇറ്റ് മീൻസ് സെറ്റ് ഓഫ് ലോസ് അഗെയിൻസ്റ്റ് ഇൻകം അണ്ടർ ദ ഹെഡ് if the amount of loss cannot be set off against income from any other source under the same head. കേട്ടോ, നമുക്ക് എന്തെങ്കിലും ലോസ് സംഭവിച്ചിട്ട് ആ സെയിം ഹെഡിലെ ഇൻകം കൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കളയാൻ പറ്റിയിട്ടില്ലെങ്കിൽ, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ, then it can be set off against income from any other head ആണ്. മറ്റുള്ള ഹെഡിലെ ഇൻകം കൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കളയാം. അതിനെയാണ് ഇന്റർ ഹെഡ് സെറ്റ് ഓഫ് എന്ന് പറയും. തിയറി ചോദിക്കാം കേട്ടോ, എന്താണ് ഇന്റർ ഹെഡ് സെറ്റ് ഓഫ്, എന്താണ് ഇൻട്രാ ഹെഡ് സെറ്റ് ഓഫ് ഒക്കെ മേ ബി ചോദിച്ചേക്കാം. ഓക്കെ, ഇനി ഇവിടെയും എക്സെപ്ഷൻസ് പറയുന്നുണ്ട്. ഇപ്പോൾ സെയിം ഹെഡിലെ ലോസിന് സെയിം ഹെഡ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവിടെ ബാലൻസ് വരികയാണെങ്കിൽ മറ്റുള്ള ഹെഡ് കൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഓക്കെ, പക്ഷെ അവിടെ കുറച്ച് എക്സെപ്ഷൻസ്, ചില എക്സെപ്ഷണൽ കേസുകൾ പറയുന്നുണ്ട്, ചെയ്യാൻ പാടില്ലാത്ത കേസുകളാണ്. അതിലൊന്ന് ലോസ് ഫ്രം സ്പെക്കുലേഷൻ ബിസിനസ് ആണ്. സ്പെക്കുലേഷൻ ബിസിനസ്സിലെ ലോസിനെ നമുക്ക് മറ്റുള്ള ബിസിനസ്സിലെ ഇൻകം കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല അല്ലേ. സെയിം ഹെഡിലെ മറ്റുള്ള ബിസിനസ്സിലെ പ്രോഫിറ്റ് കൊണ്ട് തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ സ്വാഭാവികമായിട്ടും മറ്റുള്ള ഹെഡിലോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അതാണ് ഒന്നാമത്തെ കേസ്, ലോസ് ഫ്രം സ്പെക്കുലേഷൻ ബിസിനസ്. ഇറ്റ് കനോട്ട് ബി സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് എനി അതർ ഹെഡ്സ് ഓഫ് ഇൻകം ആണ്. മറ്റുള്ള ഹെഡിലോട്ട് സ്പെക്കുലേഷൻ ബിസിനസ്സിൽ എന്തെങ്കിലും ലോസ് ഉണ്ടെങ്കിൽ അത് സ്പെക്കുലേഷൻ ബിസിനസ്സിലെ ഇൻകം കൊണ്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇൻട്രാ ഹെഡിൽ നമുക്ക് മറ്റുള്ള ബിസിനസ്സിലെ ഇൻകം കൊണ്ട് പോലും നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ള ഹെഡുകളിലോട്ടും പോകാൻ പറ്റില്ല അല്ലേ. സെയിം ഹെഡിലെ ബിസിനസ് കൊണ്ട് തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ലോസ് ഫ്രം സ്പെക്കുലേഷൻ ബിസിനസ് ഉണ്ടെങ്കിൽ ഗെയിൻ ഫ്രം സ്പെക്കുലേഷൻ ബിസിനസ് കൊണ്ട് മാത്രമേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, മറ്റുള്ള ഹെഡ് കൊണ്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, രണ്ടാമത്തത് ലോസ് ഓഫ് സ്പെസിഫൈഡ് ബിസിനസ് ആണ്. ഓക്കെ, അതും നമ്മൾ നേരത്തെ അവിടെ പറഞ്ഞതാണ് അല്ലേ. സ്പെസിഫൈഡ് ബിസിനസ്സിലെ ലോസിനെ സ്പെസിഫൈഡ് ബിസിനസ്സിലെ ഇൻകം കൊണ്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റുള്ള ബിസിനസ് കൊണ്ട് തന്നെ നമുക്ക് പറ്റില്ലെങ്കിൽ പിന്നെ മറ്റുള്ള ഹെഡിലോട്ട് പോകാൻ തീരെ പറ്റില്ല. അപ്പോൾ അതാണ് ഇറ്റ് കനോട്ട് ബി സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് എനി അതർ ഹെഡ്സ് ഓഫ് ഇൻകം. ഓക്കെ, ഇറ്റ് ക്യാൻ ബി സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് സ്പെസിഫൈഡ് ബിസിനസ് ഇൻകം കൊണ്ട് മാത്രമാണ്, ഓഫ് ദി അസസി മാത്രമേ നമുക്കത് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി ക്യാപിറ്റൽ ലോസിൻ്റെ കേസിൽ ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ക്യാൻ ബി സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഓൺലി. നമുക്ക് 2 രീതിയിലുള്ള ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവാം. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവാം, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവാം. ഓക്കെ,
അതിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ അവിടെ ലോസ് ആണ് സംഭവിച്ചത്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാലോ, നമ്മൾ നേരത്തെ പറഞ്ഞു സെയിം ഹെഡിലെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ പോലും കൊണ്ട് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. അത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടെങ്കിൽ, ദാറ്റ് മീൻസ് ക്യാപിറ്റൽ ലോങ് ടേം ക്യാപിറ്റൽ ലോസിനെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കൊണ്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ, ഷോർട്ട് ടേം കൊണ്ടും പറ്റില്ല. ഓക്കെ, അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും മറ്റുള്ള ഹെഡിലോട്ട് അതിനെടുക്കാൻ പറ്റില്ല. സോ ഇറ്റ് കനോട്ട് ബി സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് അതർ ഹെഡ്സ് ഓഫ് ഇൻകംസ് ആണ്. ഓക്കെ, നമുക്ക് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ കൊണ്ട് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല, മറ്റുള്ള ഹെഡിലോട്ടും നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് സംഭവിച്ചാൽ നമുക്ക് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനിലും ലോസ് ആണ് സംഭവിച്ചതെങ്കിൽ അത് നമുക്ക് ഷോർട്ട് ടേം കൊണ്ടും ലോങ് ടേം കൊണ്ടും അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അതാണ് പറഞ്ഞത്. അടുത്തത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ക്യാൻ ബി അഡ്ജസ്റ്റഡ് അഗെയിൻസ്റ്റ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇറ്റ് കനോട്ട് ബി സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് എനി അതർ ഹെഡ്സ് ആണ്. ഇപ്പോൾ നോട്ട് ചെയ്ത സോ ക്യാപിറ്റൽ ലോസസ്, ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന ഹെഡിൽ നമുക്ക് ലോസ് സംഭവിച്ചാൽ മറ്റുള്ള ഹെഡ് കൊണ്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, മനസ്സിലായല്ലോ. ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന ഹെഡിൽ ഏതെങ്കിലും ലോസ് സംഭവിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മറ്റുള്ള ഹെഡിലോട്ട് പോയിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ഇനി അതിൻ്റെ അകത്തുള്ള അഡ്ജസ്റ്റ്മെൻറ്റിൽ ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കൊണ്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് സംഭവിച്ചാൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ കൊണ്ടും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കൊണ്ടും എന്ത് ചെയ്യാം, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. ഓക്കെ, മറ്റുള്ള ഹെഡുകളിലോട്ട് ഈ ക്യാപിറ്റൽ ലോസസ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അതായത് ക്യാപിറ്റൽ ലോസസ് നമുക്ക് സാലറി കൊണ്ടോ ബിസിനസ് കൊണ്ടോ ഹൗസ് പ്രോപ്പർട്ടി കൊണ്ടോ അതർ സോഴ്സ് കൊണ്ടോ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് ലോസ് ഇൻ ബിസിനസ് ഓഫ് ഓയിങ് ആൻഡ് മെയിൻറ്റെയിനിങ് ഹൗസ് റേസ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലേ, അതർ സോഴ്സിൽ വരുന്നതാണ് ഹൗസ് റേസുമായിട്ട് ബന്ധപ്പെട്ടത്. അത് സെയിം ഹെഡ് കൊണ്ട് തന്നെ പറ്റില്ല. അതായത് അതർ സോഴ്സ് കൊണ്ട് തന്നെ നമുക്ക് ഈ കുതിരയോട്ട മത്സരവുമായിട്ട് ബന്ധപ്പെട്ട അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും അതിൻ്റെ ഓൺ ചെയ്യുന്നതൊക്കെയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ലോസിനെ അതർ സോഴ്സ് കൊണ്ട് തന്നെ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ മറ്റുള്ള ഹെഡിലോട്ട് എടുക്കാൻ ഇത് പറ്റില്ല. ഇറ്റ് കനോട്ട് ബി സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് എനി അതർ ഹെഡ്സ് ഓഫ് ഇൻകം ഓഫ് ദി അസസി ആണ്. മറ്റുള്ള ഹെഡിലെ ഇൻകം കൊണ്ട് ഇതിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് ലോസ് അണ്ടർ ദ ഹെഡ് ബിസിനസ് ഓർ പ്രൊഫഷൻ ആണ്. ഓക്കെ, അതായത് ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന് പറയുന്ന ഹെഡിലെ ലോസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സാലറി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നോട്ട് ചെയ്ത് വെച്ചോ, ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന് പറയുന്ന ഹെഡിലെ ലോസിന് ഇറ്റ് കനോട്ട് ബി സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് ഇൻകം അണ്ടർ ദ ഹെഡ് സാലറിയാണ്. ഓക്കെ, ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന് പറയുന്ന ഹെഡിലെ ലോസിനെ സാലറി കൊണ്ട് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ മറ്റുള്ള ഹെഡ് കൊണ്ട് അത് സെറ്റ് ഓഫ് ചെയ്യാം. ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന് പറയുന്ന ഹെഡിൽ ലോസ് വന്നാൽ സാലറി ഒഴികെയുള്ള ഹൗസ് പ്രോപ്പർട്ടിന്നോ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിനോ അല്ലെങ്കിൽ അതർ സോഴ്സിന്നോ എന്ത് ചെയ്യാം, നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം. പക്ഷേ സാലറി എന്ന് പറയുന്ന ഹെഡ് കൊണ്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് ലോസ് ഓഫ് ലോട്ടറി, ക്രോസ് വേർഡ് പസിൽസ്, ഗാംബ്ലിംഗ്, അതുപോലെ തന്നെ ബെറ്റിംഗ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു അത് സെയിം ഇൻകം കൊണ്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ, മറ്റുള്ള ഹെഡിലോട്ട് അതിനെ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ലോസ് ഓഫ് ലോട്ടറി, ക്രോസ് വേർഡ് പസിൽസ്, ഗാംബ്ലിംഗ്, ബെറ്റിംഗ് ഇങ്ങനെയുള്ള ലോസുകളെ അതേ ഹെഡിലെ അതർ സോഴ്സിലെ ഇൻകം കൊണ്ട് തന്നെ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ള ഹെഡിലോട്ട് നമുക്ക് തീരെ പോകാൻ പറ്റില്ല. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഇതാണ് പ്രധാനപ്പെട്ട ഓക്കെ കഴിഞ്ഞില്ല കേട്ടോ. സെറ്റ് ഓഫ് ലോസ് അഗെയിൻസ്റ്റ് വിന്നിങ് ഫ്രം ലോട്ടറി, ക്രോസ് വേർഡ് പസിൽസ്, റേസ് ഹോഴ്സ്. ഇതിൻ്റെ കേസിലും അങ്ങനെ തന്നെയാണ്. ഈ പറയപ്പെടുന്ന ലോസുകളെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മറ്റുള്ള ഹെഡിലോട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് സെറ്റ് ഓഫ് ലോസ് അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയാണ്. ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഹെഡിൽ നമുക്ക് എന്ത് ചെയ്യാണ്, ലോസ് സംഭവിച്ചാൽ ഓക്കെ ലോസ് എക്സീഡിങ് ₹2 lakh ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കനോട്ട് ബി സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് ഇൻകം ഫ്രം അതർ ഹെഡ്സ് ആണ്. ഓക്കെ, അതായത് നമുക്ക് ₹2 lakh മുകളിൽ നമുക്ക് എന്ത് വരികയാണ്, ഹൗസ് പ്രോപ്പർട്ടിയിൽ എന്തെങ്കിലും ലോസ് സംഭവിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. അഗെയിൻസ്റ്റ് ഇൻകം ഫ്രം അതർ ഹെഡ്സ് ആണ്. മറ്റുള്ള ഹെഡ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. 2 ലക്ഷം രൂപ വരെയുള്ള ഹൗസ് പ്രോപ്പർട്ടി ലോസിന് മാത്രമേ നമുക്ക് മറ്റുള്ള ഹെഡ് കൊണ്ട് സെറ്റ് ഓഫ് ചെയ്യാം. ഹൗസ് പ്രോപ്പർട്ടിയിലെ ലോസിന് നമുക്ക് ആദ്യം ഹൗസ് പ്രോപ്പർട്ടിയിലെ ഇൻകം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കളയാം. അതിനുശേഷം അവിടെ ലോസ് റിമൈനിങ് ആണെങ്കിൽ സാലറി, അതുപോലെ തന്നെ ബിസിനസ് ഓഫ് പ്രൊഫഷൻ, അതുപോലെ തന്നെ ക്യാപിറ്റൽ ഗെയിൻ, അതർ സോഴ്സ് പോലുള്ള ഹെഡുകളുണ്ട്. അതുകൊണ്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്ത് കളയാം. ഓക്കെ, മാക്സിമം എത്ര
2 ലാക്ക് വരെയുള്ള ലോസിനെ നമുക്ക് മറ്റുള്ള ഹെഡ് കൊണ്ട് നമുക്ക് അത് എക്സീഡ് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതാണ് ലോസ് എക്സീഡിങ് ₹2 ലാക്ക് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കനോട്ട് ബി സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് ഇൻകം ഫ്രം അതേഴ്സ് ഹെഡുകളാണ്. മറ്റുള്ള ഹെഡ് കൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. 2 ലക്ഷം വരെ എന്ത് ചെയ്യാം, മറ്റുള്ള ഹെഡ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി AOP ഓർ BOI ഇല്ല, നമുക്ക് ഇപ്പോൾ അസസി AOPയിലോ അല്ലെങ്കിൽ BOIയിലൊക്കെ മെമ്പറാണെന്ന് വിചാരിക്കുക. അപ്പോൾ AOP എന്ന് പറഞ്ഞാൽ BOI എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആണ്, ബോഡി ഓഫ് ഇൻഡിവിജ്വൽ ആണ്. ഇതൊക്കെ ഒരു ഷോർട്ട് പീരീഡിലോട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട് രൂപീകരിക്കുന്ന അസോസിയേഷൻസോ അല്ലെങ്കിൽ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസോ ആണ്. ദെൻ അവർക്ക് ചിലപ്പോൾ ആ ബിസിനസ്സിൽ പ്രോഫിറ്റ് തന്നെ കിട്ടിക്കോണം നിർബന്ധമില്ല. ലോസ് ആണെങ്കിൽ ആ ലോസിന് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ ആ അസോസിയേഷൻ ഓഫ് പേഴ്സൺസിലെയോ ബോഡി ഓഫ് ഇൻഡിവിജ്വലിലെയോ ലോസിനെ മറ്റുള്ള ഈ ഒരു പേഴ്സൻ്റെ അതിലെ മെമ്പറായിട്ടുള്ള വ്യക്തിയുടെ മറ്റുള്ള ഹെഡിലെ ഇൻകം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതാണ് ഇറ്റ് കനോട്ട് ബി സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് ദെയർ പേഴ്സണൽ ഇൻകം ഓഫ് ദി മെമ്പേഴ്സ് ആണ്. അതായത് അവരുടെ പേഴ്സണൽ ഇൻകം കൊണ്ട് അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി നെക്സ്റ്റ് പറയണത് ലോസ് ഓഫ് ഇല്ലീഗൽ ബിസിനസ് ആണ്. നമുക്കറിയാം ഇല്ലീഗൽ ബിസിനസ് നടത്തിയാലും ആ ഇല്ലീഗൽ ബിസിനസ്സിലെ ഇൻകത്തിന് എന്ത് ചെയ്യും, നമ്മളുടെ ബിസിനസ് ഇൻകത്തിലൂടെ ആഡ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ സ്മഗ്ലിങ് ചെയ്യുകയാണ്. ഇപ്പോൾ ഒരാളെ സ്മഗ്ലിങ് നടത്തിയിട്ട് എന്ത് ചെയ്യണം, അയാൾക്ക് പ്രോഫിറ്റ് കിട്ടിയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അത് ബിസിനസ് ഓഫ് പ്രൊഫഷൻ എന്ന് പറയുന്ന ഹെഡിൽ എന്ത് ചെയ്യും, അത് ഇൻക്ലൂഡ് ചെയ്യും. പക്ഷേ ഇല്ലീഗൽ ബിസിനസ്സിലെ ലോസിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ബിസിനസ്സിലെ ഇൻകം കൊണ്ട് നമുക്ക് അല്ലെങ്കിൽ മറ്റുള്ള ഹെഡ് കൊണ്ടൊന്നും നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. ഓക്കെ, സോ അതാണ് ലോസ് ഫ്രം ആൻ ഇല്ലീഗൽ ബിസിനസ് കനോട്ട് ബി എ സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് ഇൻകം ഓഫ് എ ലോഫുൾ ബിസിനസ് ആണ്. ലോഫുൾ ബിസിനസ്സിലെ ഇൻകം കൊണ്ട് നമുക്ക് അതിനെ സെറ്റ് ഓഫ് ചെയ്യാനൊന്നും നമുക്ക് പറ്റില്ല. അപ്പോൾ ഇതാണ് സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് പറയുന്നത് കേട്ടോ. അപ്പോൾ സെറ്റ് ഓഫ് ഇതാണ്. സെറ്റ് ഓഫ് 2 രീതിയിലാണ്, ഇൻട്രാ ഹെഡ് സെറ്റ് ഓഫും അതുപോലെ തന്നെ ഇൻ്റർ ഹെഡ് സെറ്റ് ഓഫുമാണ് നമുക്ക് ഉള്ളത്. അതിൽ ചില എക്സെപ്ഷൻ കേസുകളും പറഞ്ഞു നമ്മളിപ്പോൾ. ഇനി നെക്സ്റ്റ് ക്യാരി ഫോർവേഡ് ആൻഡ് സെറ്റ് ഓഫ് ലോസസ് ആണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യുക, ലോസ് ഉണ്ടെങ്കിൽ സെയിം ഹെഡിലെ ലോസിനെ സെയിം ഹെഡ് കൊണ്ട് തന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കളയും. ദറ്റ് ഈസ് കോൾഡ് ഇൻട്രാ ഹെഡ് സെറ്റ് ഓഫ് എന്ന് പറയും. ഓക്കെ, എന്നിട്ടും അവിടെ ലോസ് റിമൈനിങ് ആണെങ്കിൽ അടുത്ത ഹെഡിലോട്ട് പോകും. 1 സെക്കൻഡ്, അടുത്ത ഹെഡിലോട്ട് പോകും. ദെൻ അതിന് ശേഷം അവിടെ ലോസ് റിമൈനിങ് ആണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് അവിടെ അടുത്ത വർഷത്തിലോട്ട് ക്യാരി ഫോർവേഡ് ചെയ്യാം. അടുത്ത വർഷത്തിലോട്ട് നമുക്കതിനെ നീട്ടിക്കൊണ്ട് പോകാം. അതാണ് ക്യാരി ഫോർവേഡ് ആൻഡ് സെറ്റ് ഓഫ് എന്ന് പറയുന്നത്. 1 സെക്കൻഡ് കേട്ടോ, ഒന്ന് ഹോൾഡ് ചെയ്യണേ, കട്ട് ചെയ്യണ്ട. ഒരു ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്നത് നമ്മളുടെ സെയിം ഹെഡിലെ ലോസിനെ സെയിം ഹെഡ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ ലോസ് റിമൈനിങ് ആണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത ഹെഡിലോട്ട് പോവാം. അതാണ് ഇൻ്റർ ഹെഡ് സെറ്റ് ഓഫ്. ദെൻ അഗെയിൻ റിമൈനിങ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വർഷത്തിലോട്ട് നമുക്കതിനെ നീട്ടിക്കൊണ്ട് പോവാം. അടുത്ത വർഷത്തിലോട്ട് നീട്ടിക്കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാം, അടുത്ത വർഷത്തിലെ ഇൻകം കൊണ്ട് അതിനെ സെറ്റ് ഓഫ് ചെയ്ത് കളയാം. അതാണ് ക്യാരി ഫോർവേഡ് ആൻഡ് സെറ്റ് ഓഫ് ലോസസ്. ക്യാരി ഫോർവേഡ് എന്ന് പറഞ്ഞാൽ നീക്കി വെക്കുകയാണ് അടുത്ത വർഷത്തിലോട്ട്. സോ വെൻ ലോസ് കനോട്ട് ബി സെറ്റ് ഓഫ് ഇൻ ദ സെയിം ഇയർ in which it has been incurred, it can be carry forward to the next year for set off ആണ്. ഓക്കെ, ഒരു ലോസിന് നമുക്ക് സെയിം ഇയർ കൊണ്ട് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാനും പറ്റിയിട്ടില്ലെങ്കിൽ, അതായത് അത് ഇൻകർ ചെയ്ത വർഷം നമുക്കതിനെ സെറ്റ് ഓഫ് ചെയ്യാനും പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം നെക്സ്റ്റ് വർഷത്തിലോട്ട്. എന്നിട്ട് എന്ത് ചെയ്യാം, ആ വർഷത്തിലെ അടുത്ത വർഷത്തിലെ ഇൻകം കൊണ്ട് അതിനെ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം. ദിസ് ഈസ് നോൺ ആസ് ക്യാരി ഫോർവേഡ് ആൻഡ് സെറ്റ് ഓഫ് ലോസസ് എന്ന് പറയും. ഇതിനാണ് നമ്മൾ ക്യാരി ഫോർവേഡ് ആൻഡ് സെറ്റ് ഓഫ് ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫോളോയിങ് ലോസ് ക്യാൻ ബി ക്യാരി ഫോർവേഡ് ടു സബ്സിക്വൻറ്റ് ഇയേഴ്സ് ടു ബി സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് ഇൻകം ആണ്. നമ്മൾ താഴെ പറയുന്ന കുറേ ഇൻകംസ് ഉണ്ട്, ഈ ലോസസ് ഉണ്ട്. ആ ലോസിന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അടുത്ത വർഷത്തിലോട്ട് നേടിയിട്ട് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ നമുക്ക് പറ്റും. അതിൽ പ്രധാനമായിട്ടും ഒന്ന് ബിസിനസ് ലോസ് ആണ്. ഓക്കെ,
ബിസിനസ് ലോസിന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അടുത്ത വർഷത്തിലെ ഇൻകം കൊണ്ട് നമുക്കതിനെ സെറ്റ് ഓഫ് ചെയ്ത് കളയാം. സോ അതാണ് വേർ എനി ബിസിനസ് ഹാസ് ഇൻകേർഡ് ലോസ് അണ്ടർ ദ ഹെഡ് ബിസിനസ് ഓർ പ്രൊഫഷൻ ഇറ്റ് ക്യാൻ ബി ക്യാരി ഫോർവേഡ് ഫോർ 8 years ആണ്. അപ്പോൾ ഈ വർഷം നമുക്ക് ലോസ് സംഭവിച്ചു, ബിസിനസ് എന്ന് പറയുന്ന ഹെഡിൽ നമുക്ക് ലോസ് വന്നു. ആ ലോസിനെ നമ്മൾ സെയിം ഹെഡ് കൊണ്ട് സെറ്റ് ഓഫ് ചെയ്തു, എന്നിട്ടും ലോസ് റിമൈനിങ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഹെഡ് കൊണ്ട് സെറ്റ് ഓഫ് ചെയ്യാം. സാലറി ഒഴികെയുള്ള എല്ലാ ഹെഡ് കൊണ്ട് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം. ദെൻ എന്നിട്ടും ലോസ് റിമൈനിങ് ആണെങ്കിൽ അടുത്ത വർഷത്തിലെ ഇൻകം കൊണ്ട്, ബിസിനസ്സിലെ ഇൻകം കൊണ്ടൊക്കെ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം. എന്നിട്ടും അവിടെ ലോസ് റിമൈനിങ് ആണെങ്കിൽ അങ്ങനെ 8 വർഷം വരെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കതിനെ സെറ്റ് ഓഫ് ചെയ്ത് കളയാനുള്ള പ്രൊവിഷൻസ് ഇൻകം ടാക്സിലുണ്ട്. ഓക്കെ, അപ്പോൾ ബിസിനസ് ലോസിന് നമുക്ക് അടുത്ത വർഷം ക്യാരി ഫോർവേഡ് ആൻഡ് സെറ്റ് ഓഫ് ചെയ്യാം. അതും അപ് ടു 8 years വരെ നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ പറയുന്നുണ്ട്. അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ഓക്കെ, ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ഓക്കെ, സോ എനിവേ അപ്പോൾ ഇവിടെ പറഞ്ഞത് ക്യാരി ഫോർവേഡ് ആൻഡ് സെറ്റ് ഓഫ് ലോസസിൻ്റെ കേസാണ്. അതിൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞത് ബിസിനസ് ലോസിനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബിസിനസ് ലോസിനെ അടുത്ത വർഷത്തിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ വർഷം കൊണ്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അടുത്ത വർഷത്തിലെ ഇൻകം കൊണ്ട് സെറ്റ് ഓഫ് ചെയ്ത് കളയാം. ദെൻ എന്നിട്ടും എഗെയിൻ റിമൈനിങ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 8 വർഷം വരെ അങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, ഇനി ഈ പറഞ്ഞ ബിസിനസ്സിലാണ് നമുക്ക് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ വരുന്നത് അല്ലേ. 2 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റൻ ആണ്. വാട്ട് ഈസ് മീൻ ബൈ അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ എന്നൊക്കെ മേ ബി ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അതിൽ അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വർഷം അല്ലേ, ഇഫ് ഡിപ്രീസിയേഷൻ ഈസ് നോട്ട് അബ്സോർബ്ഡ് ഡ്യൂറിങ് ദ ഇയർ ഓൺ അക്കൗണ്ട് ഓഫ് ലാക്ക് ഓഫ് ഇൻകം ദ റിമൈനിങ് അൺഅബ്സോർബ്ഡ് എമൗണ്ട് ഈസ് കോൾഡ് അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ എന്ന് പറയും. ഓക്കെ, അതായത് ഇപ്പോൾ ബിസിനസ്സിൽ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നൊരു എക്സ്പെൻസ് ഉണ്ട്. ആ ബിസിനസ്സിലെ ആ എക്സ്പെൻസിനെ നമുക്ക് ആ വർഷം ഇൻകം ഇല്ലാത്ത കാരണത്താൽ മൈനസ് ചെയ്ത് കളയാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിനെയാണെന്ന് പറയാം അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ എന്ന് പറയാം. ഓക്കെ, ആ അബ്സോർബ്ഡ് ഡിപ്രീസിയേഷനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടുത്ത വർഷത്തെ ബിസിനസ് ലോസിൽ നിന്നും ബിസിനസ് ഗെയിനിൽ നിന്നും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കളയാൻ നമുക്ക് പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് ലോസ് ഓഫ് സ്പെക്കുലേഷൻ ബിസിനസ് ആണ്. ഓക്കെ, ലോസ് ഓഫ് സ്പെക്കുലേഷൻ ബിസിനസ്സിൻ്റെ കേസിൽ നമുക്ക് 4 വർഷം വരെയാണ് നമുക്ക് എന്ത് ചെയ്യാം അല്ലേ, സ്പെക്കുലേഷൻ ബിസിനസ്സിലെ ലോസിനെ നമുക്ക് സ്പെക്കുലേഷൻ ബിസിനസ്സിലെ ഇൻകം കൊണ്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വർഷം നമുക്ക് സ്പെക്കുലേഷൻ ബിസിനസ് ഇല്ലെങ്കിൽ നമുക്ക് മറ്റുള്ള ഹെഡ് കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അടുത്ത വർഷത്തിലോട്ട് നീട്ടി വെക്കാം. അടുത്ത വർഷം സ്പെക്കുലേഷൻ ബിസിനസ്സിൽ ഗെയിൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്ത് കളയാം. ദെൻ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, 4 വർഷം വരെ കൊണ്ടുപോകാൻ പറ്റും. ഇതിന് മാത്രമേ 4 ഇയറിൻ്റെ റെസ്ട്രിക്ഷൻസ് ഉള്ളൂ. ബാക്കിയുള്ളതിനൊക്കെ 8 years ആണ് കേട്ടോ.
ഇനി നെക്സ്റ്റ് പറയണത് ലോസ് ഓഫ് സ്പെസിഫൈഡ് ബിസിനസ് ആണ്. നമുക്ക് സ്പെസിഫൈഡ് ബിസിനസ്സിലെ ലോസിനെ സ്പെസിഫൈഡ് ബിസിനസ്സിലെ ഇൻകം കൊണ്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, മറ്റുള്ള ഹെഡിലോട്ടും നമുക്ക് എടുക്കാൻ പറ്റില്ല. ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ ലോസ് റിമൈനിങ് ആണെങ്കിൽ അടുത്ത വർഷത്തിലോട്ട് എന്ത് ചെയ്യാം, ക്യാരി ഫോർവേഡ് ചെയ്യാം. പക്ഷേ അടുത്ത വർഷത്തിലെ സ്പെസിഫൈഡ് ബിസിനസ്സിലെ ഇൻകത്തിൽ നിന്ന് മാത്രമേ കഴിഞ്ഞ വർഷത്തെ സ്പെസിഫൈഡ് ബിസിനസ് ലോസിനെ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ. ഓക്കെ, ഇനി ലോസസ് ഓഫ് ഫേംസ് ആണ്. ഓക്കെ, അതായത് ഇപ്പോൾ പാർട്ട്ണർഷിപ്പ് ഫേമിലെ ലോസിനെ, ഇപ്പോൾ ഞാൻ ഒരു അസസ് എന്ത് ചെയ്യാണ്, പാർട്ട്ണർഷിപ്പ് ഫേമിൽ ഒരു മെമ്പറാണ് അല്ലെങ്കിൽ പാർട്ട്ണറാണെന്ന് വിചാരിക്കുക. ഓക്കെ, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഇൻകംസ് എന്ത് ചെയ്യും, നമ്മൾ കമ്പ്യൂട്ട് ചെയ്യും. പേഴ്സണൽ ഇൻകം എന്ന് പറയുമ്പോൾ മറ്റുള്ള ഹെഡുകളൊക്കെ നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പറയുന്ന ഈ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിലെ ലോസിനെ അതിൻ്റെ ഷെയറിന് എന്ത് ചെയ്യാൻ പറ്റില്ല, അയാളുടെ പേഴ്സണൽ ഇൻകത്തിൽ നിന്നും നമുക്ക് ലെസ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അവിടെ നമുക്ക് പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് മൈനസ് ചെയ്യാനേ പറ്റുള്ളൂ. ഓക്കെ, അല്ലാതെ അതിൻ്റെ ഷെയറിനെ ഇൻകം ടാക്സ് ഈ പറയുന്ന ഫേമിലെ ലോസിനെ അല്ലെങ്കിൽ അതിൻ്റെ പാർട്ട്നേഴ്സിൻ്റെ പേഴ്സണൽ ഇൻകത്തിൽ നിന്നും അഡ്ജസ്റ്റ് ചെയ്ത് കളയാൻ നമുക്ക് പറ്റില്ല. അതാണ് ലോസസ് ഓഫ് ഫേം എന്ന് പറയുന്നത്. ഓക്കെ, ദ ഷെയർ ഓഫ് ലോസ് ഫ്രം ഫേം കനോട്ട് ബി സെറ്റ് ഓഫ് ബൈ പാർട്ട്ണർ എഗെയിൻസ്റ്റ് ഹിസ് പേഴ്സണൽ ഇൻകം ആണ്. അയാളുടെ പേഴ്സണൽ ഇൻകം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് അയാൾ പാർട്ട്ണർഷിപ്പ് ഫേമിലെ മെമ്പർ ആയിരിക്കാം, പക്ഷേ ആ പാർട്ട്ണർഷിപ്പ് ഫേമിലെ ലോസിൻ്റെ പോർഷന് ഇയാൾക്കുള്ളതാണ്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റില്ല, അയാളുടെ പേഴ്സണൽ ഇൻകത്തിൽ നിന്നും നമുക്കതിനെ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. അത് ബിസിനസ് ഇൻകം ആണ്. ദാറ്റ് മീൻസ് അത് ഫേമിൻ്റെ ലോസ് ആയിട്ടാണ് അതിനെ കണക്കാക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ലോസ് അണ്ടർ ദ ഹെഡ് ഹൗസ് പ്രോപ്പർട്ടിയാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ലോസ് ഇൻകേർഡ് അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ക്യാൻ ബി ക്യാരി ഫോർവേഡ് ഫോർ 8 years ആൻഡ് ക്യാൻ ബി സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഓൺലി ആണ്. അപ്പോൾ ഈ വർഷം നമുക്ക് ഹൗസ് പ്രോപ്പർട്ടിയിൽ നമുക്ക് ലോസ് സംഭവിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ വർഷത്തെ സെയിം ഹെഡ് കൊണ്ട് ആദ്യം സെറ്റ് ഓഫ് ചെയ്യാം. എന്നിട്ടും ലോസ് റിമൈനിങ് ആണെങ്കിൽ അറിയാലോ, നേരത്തെ പറഞ്ഞിരുന്നു 2 lakh വരെയുള്ള ലോസ് ആണെങ്കിൽ മറ്റുള്ള ഹെഡ് കൊണ്ട് സെറ്റ് ഓഫ് ചെയ്യാം അല്ലേ. 2 lakh വരെ, അപ് ടു 2 lakh വരെയാണ് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ടും ലോസ് റിമൈനിങ് ആണെങ്കിൽ അടുത്ത വർഷത്തിലോട്ട് ക്യാരി ഫോർവേഡ് ചെയ്യാം. പക്ഷേ ക്യാരി ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഹെഡിൽ നിന്ന് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെ നമുക്ക് 8 വർഷം വരെ എന്ത് ചെയ്യാൻ പറ്റും, അത് നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്ത് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. അതാണ് ലോസ് ഇൻകേർഡ് അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ക്യാൻ ബി ക്യാരി ഫോർവേഡ് ഫോർ 8 years ആൻഡ് ക്യാൻ ബി സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഓൺലി. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് മാത്രമേ അതിനെന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സെറ്റ് ഓഫ് ചെയ്യാൻ നമുക്ക് അടുത്ത വർഷം ക്യാരി ഫോർവേഡ് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. അതും 8 വർഷം വരെ അതിനെന്ത് ചെയ്യാം, നമുക്ക് അങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റും. അടുത്ത വർഷം പറ്റിയിട്ടില്ലെങ്കിൽ പിന്നത്തെ വർഷം, ദെൻ നെക്സ്റ്റ് ഇയർ, അങ്ങനെ എന്ത് ചെയ്യാം, 8 വർഷം വരെ കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, ഇനി ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് ആണെങ്കിൽ ക്യാരി ഫോർവേഡ് ഫോർ 8 years ആൻഡ് ക്യാൻ ബി സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ആസ് വെൽ ആസ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണ്. അപ്പോൾ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് നമുക്ക് എന്ത് ചെയ്യാം, സെയിം ഇയറിലെ ലോങ് ടേം കൊണ്ടും ഷോർട്ട് ടേം കൊണ്ടും എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ടും ലോസ് റിമൈനിങ് ആണെങ്കിൽ അടുത്ത വർഷത്തെ ലോങ് ടേം കൊണ്ടും ഷോർട്ട് ടേം കൊണ്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ 8 വർഷം വരെ കൊണ്ടുപോകാം. അല്ലാതെ അടുത്ത വർഷത്തെ മറ്റുള്ള ഹെഡ് കൊണ്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. സെയിം ഹെഡ് കൊണ്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയണത് ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ആണ്. ലോങ് ടേം ക്യാപിറ്റൽ ലോസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കൊണ്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. ഷോർട്ട് ടേം കൊണ്ടുകൂടി അല്ലേ, കറണ്ട് ഇയറിലെ ഷോർട്ട് ടേം കൊണ്ട് പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. മറ്റുള്ള ഹെഡ് കൊണ്ടും സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല നമുക്ക്. എന്നിട്ട് ലോസ് അവിടെ റിമൈനിങ് ആണെങ്കിൽ അടുത്ത വർഷത്തെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കൊണ്ട് എന്ത് ചെയ്യാം, കഴിഞ്ഞ വർഷത്തെ ലോങ് ടേം ക്യാപിറ്റൽ ലോസ് റിമൈനിങ് ഉണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ അതിനെയും 8 വർഷം, അവിടെയും അടുത്ത വർഷത്തെ ഷോർട്ട് ടേം കൊണ്ട് പറ്റില്ല കേട്ടോ. അടുത്ത വർഷത്തെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കൊണ്ട് മാത്രമേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ദെൻ അതും 8 വർഷം വരെ നമുക്കങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഇനി നെക്സ്റ്റ് പറയുന്നത് ലോസ് ഫ്രം ആക്ടിവിറ്റി ഓഫ് ഓയിങ് ആൻഡ് മെയിൻറ്റെയിനിങ് റേസ് ഹോഴ്സ് ആണ്. ഇപ്പോൾ ഈ കുതിരയോട്ട മത്സരവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വരുന്ന ലോസിനെ നമുക്ക് എന്ത് ചെയ്യാം, ആ സെയിം ഇൻകം കൊണ്ട് അല്ലെങ്കിൽ അതേ ആക്ടിവിറ്റി കൊണ്ട് കിട്ടുന്ന ഇൻകം കൊണ്ടേ നമുക്ക് കറണ്ട് ഇയറിൽ തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റുള്ള ഹെഡ് കൊണ്ട് തന്നെ പറ്റില്ല. ഓക്കെ, ദെൻ എന്നിട്ട് ലോസ് അവിടെ റിമൈനിങ് ആണെങ്കിൽ എന്ത് ചെയ്യാം, അടുത്ത വർഷത്തെ സെയിം
ഇൻകം വരികയാണെങ്കിൽ അതിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ഓഫ് ചെയ്യാം. അങ്ങനെ 4 വർഷം വരെ നമുക്കതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. 4 വർഷത്തെ അടുത്ത വർഷം അല്ലെങ്കിൽ പിന്നത്തെ വർഷം അല്ലെങ്കിൽ പിന്നെ നെക്സ്റ്റ് ഇയർ പറഞ്ഞിട്ട് അടുത്ത 4 വർഷം വരെ നമുക്കതിനെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഇൻകം ടാക്സിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ക്യാരി ഫോർവേഡ് ആൻഡ് സെറ്റ് ഓഫ് ലോസസിൻ്റെ കേസിൽ പ്രധാനമായിട്ടും പറയുന്നത്. ഇനി നമുക്ക് ഇവിടെ നോക്കാം, ഒരു പ്രോബ്ലം ഉണ്ട് കേട്ടോ. ഒരു പ്രോബ്ലം നോക്കിയിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. മിസ്റ്റർ എ ഫർണിഷസ് ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ്. കമ്പ്യൂട്ട് ഹിസ് ടോട്ടൽ ഇൻകം ഫോർ ദ അസസ്മെൻറ്റ് ഇയർ 2024-25 ആണ്. എയുടെ കുറച്ച് ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. അതിൽ ഇയാളുടെ ടാക്സബിൾ ഇൻകം ഫ്രം സാലറി 2,40,000 ആണ്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി നോക്കുകയാണെങ്കിൽ ഇയാളുടെ ഹൗസ് എയിൽ പ്രോഫിറ്റാണ് 45,000, ഹൗസ് ബിയിൽ ലോസാണ് 30,000, അതുപോലെ ഹൗസ് സിയിൽ ലോസാണ് 5,000. അപ്പോൾ ഇയാൾക്ക് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ 3 ഹൗസ് ഉണ്ട് എ ബി സി, അതിൽ 1 പ്രോഫിറ്റും 2 ലോസാണുള്ളത്. ഓക്കെ, ഇനി ബിസിനസ് ഇൻകത്തിൽ നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് ഫ്രം ബിസിനസ് ഉണ്ട്, അതിൽ 1,50,000, കറൻറ്റ് ഇയർ ഡിപ്രീസിയേഷൻ ഉണ്ട് 5,000, സ്പെക്കുലേഷൻ പ്രോഫിറ്റ് ഉണ്ട് 6,000. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്യാപിറ്റൽ ഗെയിൻ ആണ്. ക്യാപിറ്റൽ ഗെയിൻ നോക്കുന്ന സമയത്ത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിന് നമുക്ക് വരുന്നത് 14,000 ആണ്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ വരുന്നത് അവിടെ 7,000 ആണ്. ഓക്കെ, ഈ നെക്സ്റ്റ് പറയണത് ഫോളോയിങ് ലോസസ് ഹാവ് ബീൻ അയാൾക്ക് സംഭവിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം സംഭവിച്ച ലോസിനെ ഈ വർഷത്തിലോട്ട് ബ്രോഡ് ഫോർവേഡ് ചെയ്തതാണ്. അവിടെ ഫോളോയിങ് ലോസസ് ഹാവ് ബീൻ ബ്രോഡ് ഫോർവേഡ് ഫ്രം ദി പ്രിസീഡിങ് ഇയർ ആണ്. കഴിഞ്ഞ വർഷം ഇങ്ങോട്ട് കൊണ്ടുവന്ന ലോസുകളാണ്. ഇതിലൊന്ന് ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ഉണ്ട് 12,000. കഴിഞ്ഞ വർഷത്തെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന ഹെഡിൽ ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം അതിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വീണ്ടും റിമൈനിങ് ആണ്, അപ്പോൾ ഈ വർഷത്തിലോട്ട് കൊണ്ടുവന്നതാണ്. ഓക്കെ, അതുപോലെ ബിസിനസ് ലോസ് ഉണ്ട് ഒരു 8,000. കഴിഞ്ഞ വർഷത്തെ ബിസിനസ് ലോസിനെ ആ വർഷം അവർ ആ ഹെഡ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ബാലൻസ് ഉള്ളത് സാലറി ഒഴികെയുള്ള മറ്റുള്ള ഹെഡ് കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടും അവിടെ എന്ത് ചെയ്തു 8,000 റിമൈനിങ് ആണ്, അപ്പോൾ അതിനെ ഈ വർഷത്തിലോട്ട് ക്യാരി ഫോർവേഡ് ചെയ്തു. അതുപോലെ ഹൗസ് പ്രോപ്പർട്ടിയിൽ ഒരു 12,000 കഴിഞ്ഞ വർഷത്തത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അതിനെയും ഈ വർഷം ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്രയാണ് ഇവിടെ തന്ന ഡാറ്റാസ്. ഇനി നമുക്കതിൻ്റെ പ്രോബ്ലംസ് ചെയ്ത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരാം. ഈ സെറ്റ് ഓഫിൻ്റെ പ്രോബ്ലംസ് വരാറില്ല കേട്ടോ, അതുകൊണ്ടാണ് ചിലപ്പോൾ മേ ബി വന്നേക്കാം. ഈ ഒരു പ്രോബ്ലം ജസ്റ്റ് ഇവിടെ കാണിച്ചത് അതുകൊണ്ടാണ്. എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഇൻകം ഫ്രം സാലറി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, നമുക്ക് ആദ്യം സാലറിയിലെ ഇൻകം ഇവിടെ മുകളിൽ എഴുതി കാണിക്കാം. ഓക്കെ, നെക്സ്റ്റ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി നോക്കുകയാണെങ്കിൽ നമുക്ക് എയിൽ ആദ്യം നമ്മൾ ആ വർഷത്തേതാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. ആദ്യം ആ വർഷത്തേത് നോക്കണം. ആ വർഷത്തെ എയിൽ നമുക്ക് സാലറിയാണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എ എന്ന് പറഞ്ഞ ഹൗസ് പ്രോപ്പർട്ടിയിൽ 45,000 നമുക്ക് ഇൻകം ആണ്. ദെൻ ബിയിൽ 30,000 ലോസും സിയിൽ 5,000 ലോസാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ 45-ന്ന് നമ്മൾ 13,500 മൈനസ് ചെയ്താൽ നമുക്ക് അവിടെ ഹൗസ് പ്രോപ്പർട്ടി ഇൻകം എത്രയുണ്ടാവുക 10,000 ആണ് നമുക്ക് ഉണ്ടാവുക. ഓക്കെ, അതാണ് 10,000. ഇനി ജസ്റ്റ് ഇതിൻ്റെ അണ്ടർലൈൻ ഇടാൻ മറന്നു പോയതാട്ടോ. ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ 45-ൽ എയില് ഇൻകം ആണ്, ബിയിലും സിയിലും ലോസാണ്. ആ സിയിലും ലോസിന് നമ്മൾ ബിയിലെയും സിയിലെയും ലോസിനെ മൈനസ് ചെയ്താൽ പിന്നെ അവിടെ നമുക്ക് ആ വർഷം, അതായത് ഈ വർഷത്തെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 10,000 ആണ് ഉണ്ടാവുക. കഴിഞ്ഞ വർഷത്തെ ലോസിനെ അങ്ങോട്ട് ക്യാരി ഫോർവേഡ് ചെയ്തിട്ടുണ്ട് 12,000 ആണ് ഹൗസ് പ്രോപ്പർട്ടിയിൽ ലോസ് ഉള്ളത്. അതിനതിന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ വീണ്ടും ലോസ് അവിടെ എന്ത് ചെയ്തു, അവിടെ ബാലൻസ് ആണ്. കഴിഞ്ഞ വർഷത്തെ ലോസിന് നമുക്ക് വീണ്ടും അടുത്ത വർഷത്തിലോട്ട് അല്ലേ 10,000 ഉള്ളൂ, അതിൽ കഴിഞ്ഞ വർഷത്തെ 12,000 മൈനസ് ചെയ്താൽ വീണ്ടും 2,000 അവിടെ എന്താണ് നമുക്കവിടെ ലോസ് റിമൈനിങ് ആണ് 2,000. അതിന് എന്ത് ചെയ്യും, അടുത്ത വർഷത്തിലോട്ട് ക്യാരി ഫോർവേഡ് ചെയ്യും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇവിടെ നോക്കിയാൽ മതി. ഇതാണ് സംഭവം കേട്ടോ. കേട്ടോ, ഈ 2,000 എന്ത് ചെയ്യും, ഇനി അടുത്ത വർഷം നമ്മൾ അതിനെ ക്യാരി ഫോർവേഡ് ചെയ്യും. അതായത് ഈ വർഷം നമുക്ക് 45,000 ഒരു വീട്ടിൽ ഇൻകം ആണ് ഹൗസ് പ്രോപ്പർട്ടിയിൽ.
ബാക്കിയുള്ള രണ്ടെണ്ണത്തിലെയും ലോസിനെ നമ്മൾ ആ ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് ഇൻകം ഉള്ള ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് മൈനസ് ചെയ്തപ്പോൾ 10,000 അവിടെ കിട്ടി. then ആ 10,000 ഇൻകം ആയിരുന്നു, പക്ഷേ കഴിഞ്ഞ വർഷത്തെ ഹൗസ് പ്രോപ്പർട്ടി ലോസിനെ ഇങ്ങോട്ട് ക്യാരി ഫോർവേഡ് ചെയ്തിട്ടുണ്ട് 12,000. ആ 12,000 മൈനസ് ചെയ്തപ്പോൾ വീണ്ടും നമുക്കവിടെ ലോസ് തന്നെയാണ് 2,000. ഇനി എന്ത് ചെയ്യും, അടുത്ത വർഷത്തെ ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് കളയും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്യാരി ഫോർവേഡ് ചെയ്യും കേട്ടോ. ഇനി ഇൻകം ഫ്രം ബിസിനസ് നോക്കുകയാണെങ്കിൽ നമുക്കവിടെ പ്രോഫിറ്റ് ഫ്രം ബിസിനസ് 1,50,000 ഉണ്ട്. കറണ്ട് ഇയറിൽ ഡിപ്രീസിയേഷൻ ഉണ്ട് 5,000, അത് മൈനസ് ചെയ്താൽ 1,45,000 വരും. ദെൻ നമ്മൾ കഴിഞ്ഞ വർഷത്തെ ബിസിനസ് ലോസിനെ അങ്ങോട്ട് ബ്രോഡ് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് ഒരു 8,000, അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 1,37,000 കിട്ടും. ദെൻ നമുക്കവിടെ സ്പെക്കുലേഷൻ പ്രോഫിറ്റ് ഉണ്ട് ഈ വർഷം. സ്പെക്കുലേഷൻ പ്രോഫിറ്റ് എത്രയാണ്, 6,000 ഈ വർഷം ഉണ്ട്. അത് ഈ 1,37,000 കൂടി ആഡ് ചെയ്താൽ 1,43,000 കിട്ടും നമുക്ക്. ഓക്കെ, ഇനി ക്യാപിറ്റൽ ഗെയിൻ നോക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ ഗെയിനിൽ നമുക്ക് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഈ വർഷത്തത് 1,40,000 ആണ്, 14,000 ആണ്. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, പക്ഷേ ലോങ് ടൈം ക്യാപിറ്റൽ ലോസോ ഒന്നും നമുക്ക് ഷോർട്ട് ടേമിലൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. ദെൻ ഇനി ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എടുത്ത് നോക്കുകയാണെങ്കിൽ 7,000 ഈ വർഷം നമുക്ക് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ 7,000 ഉണ്ട്. പക്ഷേ കഴിഞ്ഞ വർഷത്തെ ലോങ് ടൈം ക്യാപിറ്റൽ ലോസിന് നമ്മൾ ഇങ്ങോട്ട് ബ്രോഡ് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് 12,000. അത് ഈ 7-ൽ നിന്നും ഇത് മൈനസ് ചെയ്താൽ വീണ്ടും അവിടെ ക്യാപിറ്റൽ ലോസ്, ലോങ് ടൈം ക്യാപിറ്റൽ ലോസ് 5,000 റിമൈനിങ് ആണ്. ദെൻ ഈ ലോസിന് നമ്മൾ എന്ത് ചെയ്യില്ല, ഔട്ടർ കോളത്തിലോട്ട് കാണിക്കില്ല. ഇവിടെ നമുക്ക് ഹൗസ് പ്രോപ്പർട്ടിയിൽ 2,000 ലോസ് ആണ്, അടുത്ത ഇനിയും ക്യാരി ഫോർവേഡ് ചെയ്യാനുള്ളതാണ്, അത് നമ്മൾ കാണിക്കില്ല. ഓക്കെ, ദെൻ ഇവിടെ ക്യാപിറ്റൽ ഗെയിനിൽ ഷോർട്ട് ടൈം ഈ വർഷത്തെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്. ദെൻ അതെന്ത് ചെയ്യാം, നമുക്ക് ഔട്ടർ കോളത്തിലോട്ട് എഴുതി കാണിക്കേണ്ടി വരും. ദെൻ അപ്പോൾ നമ്മൾ ഈ വർഷത്തെ ഗ്രോസ് ടോട്ടൽ ഇൻകം നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സാലറിയിലെ ഇൻകം 2,40,000 നമ്മൾ കഴിഞ്ഞ വർഷത്തെ ലോസിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ബിസിനസ് എന്ന് പറയുന്ന ഹെഡിൽ നമുക്ക് എത്രയാണ് 1,43,000 നമുക്ക് ഇൻകം ഉണ്ട്. അതുപോലെ തന്നെ ക്യാപിറ്റൽ ഗെയിനിൽ നമുക്ക് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനായിട്ട് 14,000 ഉണ്ട്. ഓക്കെ, ഇതെല്ലാം പാടെ ആഡ് ചെയ്താൽ 3,97,000 നമുക്ക് അവിടെ എന്തും ഗ്രോസ് ടോട്ടൽ ഇൻകം നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റുള്ള പ്രോബ്ലംസ് ചിലപ്പോൾ മേ ബി ചോദിച്ചേക്കാം, ഉറപ്പില്ല, മേ ബി ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ, കേൾക്കണുണ്ടോ, ഒക്കെ പോയോ?